ഈസ്റ്റിലെ സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് യാത്ര മുടങ്ങിയത് 42 സർവീസുകളാണ്. കൊച്ചിയിലേക്ക് എത്തേണ്ട 21 വിമാനങ്ങളുടെയും കൊച്ചിയിൽ നിന്ന് പുറപ്പെടേണ്ട 21 വിമാനങ്ങളുടെയും സർവീസുകളാണ് ഇന്ന് മുടങ്ങിയത്. ജിദ്ദ, റിയാദ്, മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള താൽക്കാലിക സർവീസ് മാത്രമാണ് ഇന്ന് നടന്നത്. ലാൽ കൃഷ്ണ കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ലാൽ, ഭാഗികമായെങ്കിലും പരിമിതമായെങ്കിലും ഈ വ്യോമഗതാഗതം പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നുള്ളത് ഇന്നലെ ആശ്വാസത്തോടെ കേട്ടിരുന്നു. പക്ഷേ ഇന്നും ഇപ്പോൾ കൂടുതൽ സർവീസുകൾ മുടങ്ങുന്ന സാഹചര്യമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകളുടെ എണ്ണം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്റർനാഷണൽ സർവീസുകളെയാണ് ഇത് ബാധിച്ചിട്ടുള്ളത്. കേരളത്തിൽ മൊത്തത്തിൽ ഇത് ബാധിക്കുന്നുണ്ട്. പക്ഷേ അതിലേറിയ പങ്കും കരിപ്പൂർ, കൊച്ചി പോലുള്ള വിമാനത്താവളങ്ങളിലാണ് വരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൊച്ചിയിൽ ഇന്നലെ തന്നെ 37ലേറെ സർവീസുകൾ ഇത് കാര്യമായി തന്നെ ബാധിച്ചിരുന്നു. ഷെഡ്യൂൾ ചെയ്ത പല വിമാന സർവീസുകൾ പോലും ബാധിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇന്ന് ആ അവസ്ഥ കുറെ കൂടി കയറിയിട്ടുണ്ട്. 42 വിമാനങ്ങൾ എത്തിയിട്ടുണ്ട്. കൊച്ചിയിലേക്ക് വരേണ്ടതും കൊച്ചിയിൽ നിന്ന് പുറപ്പെടേണ്ടതുമായ വിമാന സർവീസുകളാണ് ഇതിലേറിയ പങ്ക് ബാധിച്ചിരിക്കുന്നത്. എയർ ഇന്ത്യ അടക്കമുള്ള സർവീസുകളിൽ ചുരുക്കം ചില സർവീസുകൾ, അതായത് മസ്കറ്റിലേക്കുള്ള 2 സർവീസുകളും ജിദ്ദ അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള 1-2 സർവീസുകളും മാത്രമാണ് താൽക്കാലികമായിട്ടെങ്കിലും സർവീസ് നടത്താൻ സാധിച്ചത്. മാത്രമല്ല, ഇനിയുള്ള സർവീസുകൾ പോകേണ്ട ആളുകൾ, അതായത് രാത്രികാലങ്ങളിലടക്കം ബുക്ക് ചെയ്തിട്ടുള്ള ടിക്കറ്റിലുള്ള ആളുകൾ അവരുടെ ഫ്ലൈറ്റ് ഓപ്പറേറ്റേഴ്സുമായിട്ട് ഫ്ലൈയിങ് എൻക്വയറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായി പരിശോധന നടത്തണം എന്നൊരു കാര്യം കൂടി സിയാലിൻ്റെ അധികൃതർ പറയുന്നുണ്ട്. ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഏത് മണിക്കൂറിൽ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും ഇത്തരം ഫ്ലൈറ്റുകളുടെ ലിസ്റ്റുകൾ വീണ്ടും റീ അക്കൗണ്ട് ചെയ്യപ്പെട്ടേക്കാം. അതിൽ നിന്ന് ഫ്ലൈറ്റുകൾ ഒഴിവാക്കിയേക്കാം. ഫ്ലൈ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതയും ഏറിയ പങ്കാണ് എന്നുള്ളതുകൊണ്ടാണ് കണക്റ്റഡ് ഫ്ലൈറ്റ് അടക്കമുള്ളവയെ ഇത് ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്ന് മുംബൈയിലെത്തി മുംബൈയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകേണ്ട ഫ്ലൈറ്റുകൾ അടക്കമുള്ളവയെ ഇത് കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള യാത്രകളിലെല്ലാത്തിലും ഈ ജാഗ്രത പാലിക്കണം എന്ന് പറയുന്നു. പ്രധാനമായിട്ടും തൊഴിൽ മാർഗത്തിന് വേണ്ടി നാട്ടിൽ അവധിക്ക് വന്നവരെയും അല്ലെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്ത അവധിയുടെ പുറത്ത് നാട്ടിലേക്ക് വരാൻ കാത്തിരുന്നവരെയും ഇത് കാര്യമായി ബാധിക്കും എന്നുള്ള കാര്യമാണ്. എയർപോർട്ടിന്റെ വരുമാനത്തെ ബാധിക്കുമെന്നതിനേക്കാൾ ഉപരി നാട്ടിലുള്ളവരുടെ ജീവിതത്തെയും സ്വസ്ഥതയും ഇത് കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നൊരു വിഷയം കൂടിയുണ്ട്. ഇന്നലത്തേക്കാൾ ഏറി കണക്ക് ഇന്ന് വരുന്നത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ കണക്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇത്രത്തോളം തന്നെ വിമാനങ്ങൾ ഇനിയും ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലുള്ളവരും കൃത്യമായി ചാർട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കാവൂ എന്നൊരു നിർദ്ദേശം കൂടി സിയാൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.